ഹായ്, ഞാൻ ജിത്തു വിൽസൺ. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത് ദ എന്ന് പറയുന്ന പദത്തിന്റെ ശരിയായ ഉപയോഗത്തെക്കുറിച്ചാണ്. അപ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ എങ്ങനെ ദ എന്ന് പറയുന്ന പദം യൂസ് ചെയ്യാം. ഇപ്പോൾ ചിലവർ വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ഏതൊരു വാക്ക് തുടങ്ങിയാലും മുമ്പിൽ ദ ചേർത്താണ് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ അകത്ത് എവിടെ വേണമെങ്കിലും ദ ചേർക്കാം എന്നുള്ള തെറ്റിദ്ധാരണയാണ്. സത്യം പറഞ്ഞാൽ ദ ശരിയായ രീതിയിൽ വേണം ചേർക്കാൻ. ഇനി എൻ്റെ അടുത്ത് ചില ആൾക്കാർ തർക്കിക്കാൻ വേണ്ടി ചോദിക്കും, ദ എന്ന് പറയുന്ന പദം എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ യൂസ് ചെയ്യാതിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് അർത്ഥം മനസ്സിലാക്കിയാൽ പോരെ എന്ന് ചോദിക്കാറുണ്ട്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ നാറ്റീവ് സ്പീക്കർ അല്ലാത്തത് കൊണ്ടാണ് ദ എന്ന് പറയുന്ന പദം നമുക്ക് യൂസ് ചെയ്യാൻ മനസ്സിലാവുന്നത്. പക്ഷേ എല്ലാവരും നാറ്റീവ് സ്പീക്കർ അല്ലാത്ത ആൾക്കാരല്ല. കാരണം നമ്മളിപ്പോൾ ഒരു നാറ്റീവ് സ്പീക്കറിന് സംസാരിക്കുകയാണ്, ആ സമയത്ത് ദ എന്ന് പറഞ്ഞ പദം ശരിയായിട്ട് യൂസ് ചെയ്തില്ലെങ്കിലോ ഉപയോഗിക്കാതെ ആ പദം യൂസ് ചെയ്യാതെ പറഞ്ഞാലോ അവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ നാറ്റീവ് സ്പീക്കർ അല്ലാത്ത ആൾക്കാർ സംസാരിക്കുന്നതുകൊണ്ടാണ് ദ എന്ന് പറഞ്ഞ പദം ഇല്ലാതെ പറയുമ്പോഴും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത്. പക്ഷെ എല്ലാവർക്കും മനസ്സിലാവില്ല. മാത്രമല്ല IELTS, TOEFL ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ കൃത്യമായിട്ട് ദ എന്ന് പറഞ്ഞ പദം എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, എവിടെയൊക്കെ യൂസ് ചെയ്തുകൂടാ, ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ ദ എന്ന് പറഞ്ഞ പദം എവിടെ യൂസ് ചെയ്യണം എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ദ എന്ന് പറയുന്ന പദം സാധാരണ നൗണിൻ്റെ മുമ്പെയാണ് വരാറ്. നമുക്ക് നൗണും വെർബും അറിയാം, പണ്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ നൗൺ എവിടെയാണോ വരുന്നത് അതിന് മുമ്പിലാണ് ഇവിടെ ദ എന്ന് പറയുന്ന പദം യൂസ് ചെയ്യാറ്. പക്ഷേ എല്ലാ നൗണിന്റെ മുമ്പും ദ വരില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ നെയിമിന്റെ മുമ്പിൽ എന്ത് ചെയ്യില്ല, ദ വരില്ല. ഉദാഹരണം ഇന്ത്യ, അതിന്റെ മുമ്പിൽ ദ വരില്ല. അമേരിക്ക, അതിന്റെ മുമ്പ് ദ വരില്ല. ചൈന, അതിന്റെ മുമ്പ് ദ വരില്ല. റഷ്യ, അതിന് മുമ്പ് എന്ത് ചെയ്യില്ല, ദ വരില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേരിന് മുമ്പ് എന്ത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് മുമ്പിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു രാജ്യത്തിന്റെ പേരോ എന്തെങ്കിലും ഒരു വലിയൊരു എൻറ്റിറ്റിയുടെ ഒറിജിനൽ നെയിം, അത് നൗൺ ആണെങ്കിൽ പോലും അതിന് മുമ്പിൽ എന്ത് ചെയ്യാൻ പാടില്ല, ദ വരാൻ പാടില്ല. അപ്പോൾ നൗണിന്റെ മുമ്പെയാണ് സാധാരണ ദ വരാറ്. പക്ഷെ എല്ലാ നൗണിന്റെ മുമ്പേ എന്ത് ചെയ്യാൻ പാടില്ല, ദ എന്ന് പറയുന്ന പദം യൂസ് ചെയ്യാൻ പാടില്ല. എന്നാൽ അത് ഗ്രാമർ മിസ്റ്റേക്ക് ആയിട്ട് മാറും. ഇനി ഒരു സ്ഥലപ്പേരിന് മുമ്പിൽ മാത്രമല്ല, ഒരു വ്യക്തിയുടെ നെയിമിന് മുമ്പിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വ്യക്തിയുടെ നെയിം എന്ന് പറയുന്നത് നൗണാണ്. ഉദാഹരണം എൻ്റെ പേര് ജിത്തു വിൽസനാണ്. ജിത്തു വിൽസൺ എന്ന് പറയുന്ന പദം നൗണാണ്. എങ്കിൽ പോലും എൻ്റെ മുമ്പിൽ എന്ത് ചെയ്യാൻ പാടില്ല, ദ വരാൻ പാടില്ല. അപ്പോൾ ഒരു വ്യക്തിയുടെ മുമ്പിൽ പേരിൻ്റെ മുമ്പിലോ സ്ഥലത്തിൻ്റെ പേരിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യാൻ പാടില്ല, ദ എന്ന് പറയുന്ന പദം യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ അല്ലാത്ത നൗൺസിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, ദ എന്ന് പറയുന്ന പദം യൂസ് ചെയ്ത് പറയാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞു സാധാരണ നൗണിന്റെ മുമ്പെയാണ് ദ എന്ന് പറയുന്ന പദം യൂസ് ചെയ്യാറ് എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ മുമ്പെയാണ് ദ വരുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ വെറുബിന്റെ മുമ്പേയും ചില സാഹചര്യങ്ങളിൽ നൗൺ വരും. അതിന്റെ ഒരു ഉദാഹരണം ദ വരും. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാധാരണ നൗൺ ആയിട്ടുള്ള വാക്കുകളുടെ മുമ്പെയാണ് ദ വരാറ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ വെർബിന്റെ മുമ്പേയും വരും. അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ ഒരു പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെയോ ക്വാളിറ്റി, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പദമാണെങ്കിൽ, അത് വെർബാണെങ്കിലും അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യും, ദ വരും. ഉദാഹരണം, ഹി ഹാസ് ദ വില്ലിങ്നെസ് ടു സ്റ്റഡി. അപ്പോൾ ഹി ഹാസ് ദ വില്ലിങ്നെസ് ടു സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പഠിക്കാനുള്ള മനസ്സുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. അത് ആ വ്യക്തിയുടെ ക്വാളിറ്റിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ആ പദത്തിന് മുമ്പിൽ ദ എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യണം. ഇപ്പൊ ദ വില്ലിങ്നെസ് എന്ന് പറഞ്ഞ ആളിന്റെ ക്വാളിറ്റിയാണ്. ദ വില്ലിങ്നെസ് ടു സ്റ്റഡി, ദ വില്ലിങ്നെസ് ടു സ്റ്റഡി. വെറും വില്ലിങ്നെസ് എന്ന് പറയില്ല. വില്ലിങ്നെസ് എന്ന് വെച്ചാൽ വെറുബാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ഇപ്പൊ ദ ചേർക്കും. കാരണം ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച പദമാണ് വില്ലിങ്നെസ്. അപ്പോൾ ദ വില്ലിങ്നെസ് ടു സ്റ്റഡി എന്ന് പറയും. അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മുമ്പിൽ വെറുബാണെങ്കിൽ പോലും ദ ചേർത്ത് പറയണം. അതാണ് ദ വില്ലിങ്നെസ് ടു സ്റ്റഡി എന്ന് പറയാൻ കാരണം. ഇനി വേറെ ഉദാഹരണം പറഞ്ഞുതരാം. ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഇൻഡസ്ട്രി. അപ്പോൾ ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻഡസ്ട്രിയുടെ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ക്വാളിറ്റിയെ കുറിച്ച് പറയുന്ന പദം വെർബാണെങ്കിലും നൗണാണെങ്കിലും അതിന് മുമ്പിൽ എന്ത് ചെയ്യണം, ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ജീവനില്ലാത്തൊരു വസ്തുവിൻ്റെയോ നോൺ ലിവിങ് തിങ്ങിൻ്റെയോ ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് വെർബാണെങ്കിലും അതിൻ്റെ മുമ്പിൽ ദ ചേർക്കണം. അതാണ് ദ വില്ലിങ്നെസ് ടു സ്റ്റഡി, ദ വില്ലിങ്നെസ് ടു സ്റ്റഡി അല്ലെങ്കിൽ ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കുകയാണ്. കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ നൗണും. ഞാൻ നേരത്തെ പറഞ്ഞു നൗണിൻ്റെ മുമ്പെയാണ് ദ വരാറ്. പക്ഷെ എല്ലാ നൗണിൻ്റെ മുമ്പേയും ദ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൗണ്ടബിൾ നൗൺസും ഉണ്ട്, അൺകൗണ്ടബിൾ നൗൺസും ഉണ്ട്. അപ്പോൾ കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ നൗണിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. എന്നാലും അതിനെക്കുറിച്ച് പറഞ്ഞു തന്നാൽ മാത്രമേ ഇനി ഞാൻ എന്താണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ.
കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞു നൗണിന്റെ മുമ്പെയാണ് ദാ ചേർന്ന് വരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാ നൗണിന്റെ മുമ്പ് അത് വരാറില്ല. കൗണ്ടബിൾ നൗണിന്റെ മുമ്പ് മാത്രമേ ദാ വരാറുള്ളൂ. അൺകൗണ്ടബിൾ നൗണിന്റെ മുമ്പ് എന്തില്ല, ദാ വരാറില്ല. അത് ഈ കൗണ്ടബിൾ നൗണിന് മുമ്പ് ദാ ചേർത്ത് അത് ഗ്രാമർ മിസ്റ്റേക്ക് ആണ്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കൗണ്ടബിൾ നൗണിന്റെയും അൺകൗണ്ടബിൾ നൗണിന്റെയും. ഒരു നൗണിനെ നമുക്ക് അളക്കാൻ പറ്റുമെങ്കിൽ അതിന് എന്ത് പറയാൻ പറ്റും? കൗണ്ടബിൾ നൗൺ എന്ന് പറയാൻ പറ്റും. പക്ഷേ അളക്കാൻ പറ്റാത്തൊരു വസ്തുവിനെ നമ്മൾ എന്ത് പറയണം? അൺകൗണ്ടബിൾ നൗൺ എന്നാണ് അതിനെ പറയാറ്. ഉദാഹരണം മിൽക്ക്. ഈ മിൽക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ പാലെന്ന് പറയുന്ന വസ്തു അല്ലെങ്കിൽ മിൽക്ക് എന്ന് പറയുന്ന ആ ഒരു വസ്തു നൗണാണ്. പക്ഷെ അതിൻ്റെ മുമ്പിൽ ദാ വരാൻ പാടില്ല. കാരണം മിൽക്ക് എന്ന് വെച്ചാൽ അൺകൗണ്ടബിൾ ആണ്. കാരണം നമുക്ക് പാലിന് എണ്ണാൻ പറ്റില്ല. പാലിനൊരു അളവുണ്ട്, മില്ലി ലിറ്റർ എന്നൊക്കെ പറഞ്ഞ അളവുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ എണ്ണാൻ പറ്റില്ല. അപ്പോൾ എണ്ണാൻ പറ്റാത്തൊരു വസ്തുവാണ് അൺകൗണ്ടബിൾ നൗൺ. അൺകൗണ്ടബിൾ നൗണിന്റെ മുമ്പ് എന്ത് ചെയ്യാൻ പാടില്ല? ദാ എന്ന് പറയുന്ന പദം വരാൻ പാടില്ല. അപ്പം വെറും മിൽക്ക് എന്ന് വേണം പറയാം. ദാ മിൽക്ക് എന്ന് പറയാൻ പാടില്ല. ദാ മിൽക്ക് എന്ന് പറയാൻ തെറ്റായിട്ടുള്ള പ്രയോഗമാണ്. ഇനി ദ ചേർത്ത് പറയാൻ പറ്റാത്ത മറ്റൊരു അൺകൗണ്ടബിൾ നൗണിനെ കുറിച്ചാണ് പറയുന്നത്. ദ യൂണിവേഴ്സ് എന്ന് പറയാൻ പാടില്ല. ദ യൂണിവേഴ്സ് എന്ന് പറയാൻ കാരണം യൂണിവേഴ്സ് നമുക്ക് എണ്ണാൻ പറ്റാത്ത തരത്തിൽ യൂണിവേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രപഞ്ചത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ പ്രപഞ്ചങ്ങൾ കോടിക്കണക്കിനുണ്ട്. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത പ്രപഞ്ചങ്ങൾ ഈ സ്പേസിലുണ്ട്. അതുകൊണ്ട് അതിന് മുമ്പ് എന്ത് ചെയ്യാൻ പാടില്ല? അത് അൺകൗണ്ടബിൾ യൂണിവേഴ്സ് എന്ന് വെച്ചാൽ നൗണാണ്. പക്ഷെ അൺകൗണ്ടബിൾ നൗണാണ്. അപ്പോൾ അൺകൗണ്ടബിൾ നൗണിന്റെ മുമ്പ് എന്ത് ചെയ്യാൻ പാടില്ല? ദാ ചേർത്ത് പറയാൻ പാടില്ല. ഇനി കൗണ്ടബിൾ നൗൺ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. കൗണ്ടബിൾ നൗൺ ഇപ്പോൾ യുടെ മുമ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? USA എന്ന് വെച്ചാൽ നൗണാണ്. പക്ഷെ USA മുമ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദാ ചേർത്ത് പറയാൻ പറ്റും. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയാം. കാരണം അമേരിക്കയ്ക്കകത്ത് എത്ര സ്റ്റേറ്റുകളുണ്ടോ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. അതുകൊണ്ടാണ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയാൻ കാരണം. പക്ഷെ വെറും അമേരിക്കയുടെ മുമ്പിൽ ദാ വരാൻ പാടില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രയോഗം വരുന്നത്. ദാ എന്ന് പറയുന്ന പദം നൗണിന്റെ മുമ്പേയൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്. എല്ലാത്തിൻ്റെയും മുമ്പേ അത് വരാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ സാധാരണ സെന്റൻസ് ആരംഭിക്കുമ്പം ദാ എന്ന് പറയുന്ന പദം യൂസ് ചെയ്താണ് ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് നൗൺ ആണെങ്കിൽ നമ്മൾ ദാ എന്ന് പറയുന്ന പദം യൂസ് ചെയ്ത് ആരംഭിക്കും. അപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നാറ്റീവ് സ്പീക്കേഴ്സ് മനസ്സിലാവും. അല്ലെങ്കിൽ IELTS സ്റ്റഫിൽ പ്രിഫർ ചെയ്യുന്നവർക്ക് വലിയ ദോഷം സംഭവിക്കും. അതുകൊണ്ട് ശരിയായ രീതിയിൽ ദാ എന്ന് പറയുന്ന പദം യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കുക. അപ്പോൾ ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് അറിയാൻ അല്ലെങ്കിൽ ട്യൂട്ടോറിയലിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.